സ്റ്റാർട്ട്. ഗുഡ് മോർണിംഗ്. എന്തിന്റെ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ആഷിഖ് അമ്മാൻ. ദൈവം അതൊരു അദൃശ്യ ശക്തിയാണ്, അല്ലെ? എല്ലാവർക്കും അറിയാം. ദൈവമാണ് നമുക്കെല്ലാം നൽകുന്നത്. നമ്മുടെ എഫേർട്ട് പ്ലസ് ദൈവത്തെ നമ്മൾ നന്നായി വിളിക്കുക, നമ്മൾ എഫേർട്ട് ഇടാൻ നല്ലൊരു റിസൾട്ട് ഉണ്ടാവും എന്ന് തന്നെയാണ് ഭൂരിഭാഗം ആൾക്കാരും വിശ്വസിക്കുന്നത്. ദൈവത്തിൽ വിശ്വസിക്കാത്ത ആൾക്കാർ വേറെ ഒരു വിഭാഗം തന്നെയുണ്ട്. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾ തന്നെയാണ്. ദൈവം പാതി താൻ പാതി എന്നൊരു വഴിയിലൂടെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. ചില സമയങ്ങളിൽ നമുക്ക് ആൾ രൂപത്തിൽ, മനുഷ്യ രൂപത്തിൽ വന്ന് പ്രത്യക്ഷപ്പെടുന്ന ചില ദൈവങ്ങളുണ്ട്. അങ്ങനെ നിങ്ങൾക്കൊക്കെ അങ്ങനത്തെ ജീവിതത്തിൽ അങ്ങനെ ഓരോ അനുഭവങ്ങൾ ഉണ്ടായിട്ടാണ്. എനിക്കും കുറച്ച് അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരു 2 അനുഭവങ്ങൾ ഞാൻ പറയാം. ഞാൻ മുമ്പ് ദുബായിൽ ഒരു 14 വർഷം അക്കൗണ്ടന്റ് ആയിട്ട് ബ്രിട്ടീഷ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നു. ഓക്കെ, അതിൽ ബ്രിട്ടീഷ് സ്റ്റാർ റോഡേഴ്സ്, അതിൽ വേറെ ഒരു സെക്ഷനിലായിരുന്നു ഞാൻ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ നല്ലൊരു കമ്പനിയാണ്, നല്ല ആൾക്കാരാണ്. എനിക്ക് അവിടെ നിന്നിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ ജോലി ചെയ്ത ഒരു സ്ഥാപനം കൂടെയായിരുന്നു അത്. ഞാൻ അവിടെ ചെന്നതിന് ശേഷം ഞാൻ നാട്ടിലായിരിക്കുമ്പോൾ പ്രൈവറ്റ് കോളേജിൽ ക്ലാസ് എടുക്കുക, ട്യൂഷൻ ബാച്ച് ഹാൻഡിൽ ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ എനിക്ക് സ്വന്തമായിട്ട് ഒരു വീടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വാടകയ്ക്കായിരുന്നാൽ പോലും വളരെ ഷെഡ് പോലത്തെ ഒരു വീട്ടിലൊക്കെ നമ്മൾ വാടകയ്ക്ക് താമസിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വീട് എന്നുള്ള ഒരു സ്വപ്നം കൊണ്ടാണ് അങ്ങോട്ട് പോയത്. അവിടെ ചെന്നപ്പോൾ ഒരു കുഴപ്പമില്ലാത്തൊരു ജോലി കിട്ടി, നല്ല ആൾക്കാർ കിട്ടി, മനസ്സൊക്കെ വളരെ ഹാപ്പി. അപ്പൊ നമുക്കൊരു വീട് വെക്കാം, അതിന് ലോൺ എടുക്കണം. ലോൺ എടുക്കണമെങ്കിൽ നമുക്ക് സാലറി സർട്ടിഫിക്കറ്റ് വളരെ അത്യാവശ്യമാണല്ലോ ബാങ്കിൽ. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് അവരോട് പറയുന്നു, എനിക്ക് സാലറി സർട്ടിഫിക്കറ്റ് വേണം. അപ്പൊ ഞാൻ തന്നെയാണ് സാലറി സർട്ടിഫിക്കറ്റ് പ്രിന്റ് എടുത്ത് കൊടുക്കുന്നത്, സൈൻ ചെയ്യാൻ വേണ്ടി കൊണ്ട് കൊടുക്കുന്നു. അപ്പോൾ അവിടുത്തെ സാറിന്റെ വൈഫിന്റെ അടുത്താണ് അത് കൊടുത്തത്. ആളാണ് അവിടെ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഹെഡൊക്കെ മാനേജ് ചെയ്യുന്ന ആളും കൂടെയാണ്. അപ്പോൾ ആളുടെ കയ്യിൽ കൊടുത്തു. അപ്പോൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തിനാ കമ്മാലെ നീ ലോൺ എടുക്കുന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് വീട് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്, വീട് വെക്കണം. അപ്പൊ നിനക്ക് വീടില്ലേ? ഇല്ല, ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്, വീടില്ല. ഇതിനൊക്കെ ഒരുപാട് ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വരില്ലേ എന്ന് ചോദിച്ചു. വരും എന്ന് പറഞ്ഞു. ഞാൻ അത് കേട്ടിട്ട് വരും എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ സീറ്റിലേക്ക്, എൻ്റെ ക്യാബിനിൽ ചെന്നിരിക്കുന്നു. അപ്പൊ ക്യാബിനിലേക്ക് ഒരു കോള് വരികയാണ്, കമാൽ നീ ഒരു കാര്യം ചെയ്യ്, ഒന്ന് ഇങ്ങോട്ട് വായോ, നീ ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും മാഡത്തിന്റെ അടുത്തേക്ക് തന്നെ ചെല്ലണ ഒരു അവസ്ഥ ഉണ്ടായി. മാഡം പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഇപ്പൊ ലോൺ എടുക്കണ്ട, ഒരുപാട് ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ, ആ ക്യാഷ് ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭൂമി വളരെ താഴേക്ക് പോവുകയാണോ, ഇവർ ആരാണ്, ഇവർ ദൈവമാണോ, കൈകൂപ്പി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിപ്പോയി. കാരണം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് എനിക്ക് ഒരാൾ കൈ നീട്ടി തരുന്ന ഒരു സംഭവമായിരുന്നു. എന്നിട്ട് അപ്പൊ തന്നെ എൻ്റെ അക്കൗണ്ട് നമ്പർ വാങ്ങുകയും അവർ അക്കൗണ്ടിലേക്ക് ആ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഒരു കാര്യം പറഞ്ഞു. ഈ പൈസ തിരിച്ചു തരുന്നതിനെ കുറിച്ച് ചോദിച്ചു, എങ്ങനെയാണ് തരേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഒരു വേർഡ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്റെ ജീവിതത്തിൽ നിന്റെ എല്ലാ കടബാധ്യതകളും തീർന്ന് നിന്റെ കയ്യിൽ എന്നാണോ ക്യാഷ് വരുന്നത് അന്ന് മാത്രം നീ എനിക്ക് ഇതുപോലെ ക്യാഷ് തിരിച്ചു തന്നാൽ മതി എന്നൊരു വാക്ക്. ഇന്നും എനിക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അവരുടെ വാക്കുകളുണ്ടല്ലോ, അവരെക്കാൾ വലിയൊരു ദൈവം എവിടെയാണ് ഉള്ളത് എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയ ഒരു നിമിഷമാണ്. അതുപോലെ തന്നെ എനിക്ക് സുഖമില്ലാണ്ടായിട്ട് നിൽക്കുന്ന ഒരു സമയങ്ങളുണ്ടായിരുന്നു ഗൾഫിൽ നിന്നൊക്കെ വന്നതിന് ശേഷം. അങ്ങനെ ഹോസ്പിറ്റലിൽ ഒരു ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 18,000 രൂപയുടെ ആവശ്യം വന്ന് ഹോസ്പിറ്റൽ വരാന്തയിൽ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ഇരുന്ന് കരയുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ ദുബായിലെ ഏറ്റവും എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് എന്നെ വിളിക്കേണ്ടായി. ജസ്റ്റ് നോർമലി അവൻ വിശേഷം അറിയാൻ വേണ്ടി വിളിക്കുകയാണ്, അസുഖത്തെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി വിളിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവൻ വിളിച്ചു ഹലോ എന്ന് കേട്ടപ്പോൾ എനിക്ക് പറയാൻ വാക്കുകൾ ഉണ്ടായിരുന്നില്ല. എൻ്റെ തൊണ്ടൊക്കെ വളരെ ഇടറിയിട്ടുണ്ടായിരുന്നു. അവന് മനസ്സിലായി ഇവൻ ഹോസ്പിറ്റലാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തോ പൈസക്ക് അത്യാവശ്യം ഉണ്ട്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഫോൺ കട്ട് ചെയ്യുകയും അപ്പൊ തന്നെ അവിടുന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് എൻ്റെ അക്കൗണ്ടിൽ ഒരു എമൗണ്ട് വന്ന് ട്രാൻസ്ഫർ ആവുകയും ചെയ്തു. അപ്പോഴും ഞാൻ കണ്ടു ഒരു ദൈവത്തെ. ഇങ്ങനെ കുറെ ദൈവങ്ങളെ ഞാൻ കണ്ടിട്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട 2 ദൈവങ്ങൾ തന്നെയാണ് ഈ പറഞ്ഞ 2 വ്യക്തികൾ. ഇതുപോലെ ഒരു ദൈവമാവാൻ നമ്മൾക്കും കഴിയട്ടെ, എനിക്കും കഴിയട്ടെ, നിങ്ങൾക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്.